Everybody get ready for the shot. Lights. All lights. Junior, little more strong. Clap in. Sound. Running. One by one, take one. Clap. Action. ഇത് സിനിമയെ സംബന്ധിച്ചുള്ള സിനിമയാണ്. ലൂമിയർ സഹോദരന്മാർ ചലച്ചിത്രം ഒരു യാഥാർത്ഥ്യമാണ്. മുഖത്ത് ഇത്ര അഹങ്കാരം വേണ്ട. പ്രേക്ഷകരോട് സംസാരിക്കുമ്പോൾ നല്ല വിനയം വേണം. ഓക്കെ ഓക്കെ സർ. ഇത് സിനിമയെ സംബന്ധിച്ചുള്ള ഒരു സിനിമയാണ്. ലൂമിയർ സഹോദരന്മാർ. മിസ്റ്റർ, ഡോണ്ട് ട്രൈ ടു ബി എ ജോക്കർ. വിനയം കോരി ഒഴിക്കണ്ട. യു സേ ദ ലൈൻസ് പ്ലീസിംഗ്ലി. ദാറ്റ്സ് ഓൾ. യെസ് സർ. ഇത് സിനിമയെ സംബന്ധിച്ചുള്ള ഒരു സിനിമയാണ്. ലൂമിയർ സഹോദരന്മാർ ചലച്ചിത്രം ഒരു യാഥാർത്ഥ്യമാക്കി. പിന്നീട് വന്ന മഹാരഥന്മാർ ചലച്ചിത്രത്തിന് പുതിയ പുതിയ ഭാഷ്യങ്ങൾ ചമച്ചു, വ്യാകരണം കണ്ടെത്തി. സിനിമാ കൊട്ടകയിൽ പൊട്ടിച്ചിരിയുടെ ഹർഷാരവങ്ങൾ ഉയർന്നു. വെള്ളിത്തിരയിലെ കഥാപാത്രങ്ങളുടെ നെടുവീർപ്പുകളും തേങ്ങലുകളും പ്രേക്ഷകർ അവരുടെ തന്നെ നൊമ്പരമായി അനുഭവിച്ചറിഞ്ഞു. ജീവിത ദുരിതങ്ങൾക്കൊരു സാന്ത്വനമായി, ഒരു മനുഷ്യമഹാഗാഥയായി സിനിമ മാറുകയായിരുന്നു. തെന്നിന്ത്യൻ സിനിമയുടെ ഈറ്റില്ലമായത് മദിരാശി പട്ടണമായിരുന്നു. സിനിമ ഒരു മോഹമായി നെഞ്ചിലേറ്റിയ ഒട്ടനവധി ആളുകൾ മദിരാശിയിൽ ചേക്കേറി. ഈ സിനിമാ നഗരത്തിൽ ചിറകുമുളച്ച് പറന്നുയർന്നവരും ചിറക് കരിഞ്ഞ് വീണവരും എത്രയെത്ര. പറന്നവരെ മാത്രം നമ്മളറിഞ്ഞു. കണ്ണീരും കിനാവുമായി അലഞ്ഞവരെ ആരറിയാൻ. ഈ കഥയിലെ നായകൻ ഉദയഭാനു 12 വർഷങ്ങളായി മദിരാശിയിലെത്തിയിട്ട് സഹസംവിധായകനാണ്. സ്വതന്ത്ര സംവിധായകനാകാനുള്ള പരിശ്രമത്തിലാണ് അയാൾ. സിനിമ അയാൾക്ക് മോഹമല്ല, അയാളുടെ ജീവിതം തന്നെയാണത്. ആദ്യ സിനിമയുടെ തിരക്കഥയെഴുത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഓം സത്യജിത്രായേ നമഃ. ഓം സ്പീൽബർഗായ നമഃ. പ്രിയദർശനായ നമഃ. കുറസോവ അരവിന്ദ ചാപ്ലിനായ നമഃ. ഈ തിരക്കഥയ്ക്ക് ഒരു ഗംഭീര ക്ലൈമാക്സ് തരണേ. നമഃ. അനുഷയും രവിയും പ്ലാറ്റ്ഫോമിൽ വെച്ച് കണ്ടുമുട്ടാം. ആകസ്മികം. പക്ഷേ റെയിൽവേ സ്റ്റേഷൻ ഷൂട്ട് ചെയ്യണമെങ്കിൽ 5 ലക്ഷം രൂപ കെട്ടിവെക്കണം. അതിന് നിർമ്മാതാവ് തയ്യാറല്ലെങ്കിൽ തയ്യാറുള്ളവന് വേണ്ടി പടം ചെയ്താൽ മതി. എന്തായാലും അനുഷയുടെ ഡയലോഗ് ആറ്റിക്കുറക്കിയതായിരിക്കണം. നോക്ക് രവി, കാറും കോളും നിറഞ്ഞ എൻ്റെ ജീവിതത്തിലേക്ക് രവിയെ ഞാൻ ക്ഷണിക്കുന്നില്ല. വൃത്തികെട്ട ഡയലോഗ്. യഥാർത്ഥ ജീവിതത്തിൽ ആരെങ്കിലും അങ്ങനെ സംസാരിക്കൂ? കാറും കോളും നിറഞ്ഞ മണ്ണാങ്കട്ട. സംഗതി സിമ്പിളായിരിക്കണം. ഈ നോക്കു രവിയും വേണ്ട, ഒരുമാതിരി സീരിയൽ പ്രയോഗം. ഒളിച്ചോടുന്നവളെ യാത്ര അയക്കാൻ വന്നതാണല്ലേ. ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റിന്റെ ബലത്തിൽ നിനക്ക് ഇവിടെ വന്ന് നിൽക്കാം. ഇവിടെ വരെ മാത്രം. നമ്മൾ അടുത്ത് നിൽക്കുകയാണെന്ന് കാണുന്നവർക്ക് തോന്നും. പക്ഷെ എത്ര അകലത്താണെന്ന് നമുക്കല്ലേ അറിയൂ. കൊള്ളാം, അത് കൊള്ളാം. ഉദയഭാനുവിന് നല്ലൊരു ക്ലൈമാക്സ് കിട്ടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഈ നഗരത്തിലെങ്ങും സിനിമ നിറഞ്ഞു നിൽക്കുന്നു. ഒരു ഫിലിം സ്റ്റുഡിയോയിലേക്കുള്ള യാത്രയാണ്. ഈ കഥയിലെ നായിക മധുമതി അവിടെയാണുള്ളത്. യൂണിവേഴ്സിറ്റി കലാതിലകമായിരുന്നു. മധുമതിയെ തൻ്റെ ഗുരുവായ സംവിധായകന് പരിചയപ്പെടുത്തിയത് ഉദയഭാനുവായിരുന്നു. ആദ്യ ചിത്രം തന്നെ വൻ വിജയമായി. മധുമതി ഇന്നൊരു താരമാണ്.
മധുമതിക്ക് ഉദയഭാനുവിനോട് കടപ്പാടും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിലും ഒരു പ്രണയം ഇവർക്കിടയിൽ തളിരിടുന്നില്ല. എങ്കിലും ഗോസിപ്പുകാരുടെ കഴുകൻ കണ്ണുകൾ അവർക്ക് മേൽ വീഴുന്നതിൽ അസ്വസ്ഥനാണ് ഉദയഭാനു. ഇതാണ് രാജപ്പൻ തെങ്ങുമൂട്. ക്ഷമിക്കണം, ഇതയാളുടെ കാലുകളാണ്. മലയാള സിനിമയുടെ വിരിമാറിലൂടെ നല്ലൊരു വേഷത്തിനായി ഈ കാലുകൾ ചലിച്ചു തുടങ്ങിയിട്ട് കാലം കുറയായി. ഈ മുഖമാണോ അതിനൊരു തടസ്സം? ഈ നിറവും രൂപവുമാണോ തടസ്സം? ചെറിയ വേഷങ്ങൾ പലതും ചെയ്തു, പക്ഷെ നല്ലൊരു വേഷം എന്ന സ്വപ്നം നീളുകയാണ്. ആൾ എന്നെക്കാളും കറുത്തിട്ടാണ്. വലിയ ആരോഗ്യവും സൗന്ദര്യവും ഇല്ല, എന്നിട്ടും സൂപ്പർ സ്റ്റാറായി. ഈശ്വരാ. கோட்டு டை போட்டவங்களை எல்லாம் ஏவிஎம்ல தள்ளிடுங்க. தெலுங்கு படம் கம்பெனி மீட்டிங் சீன், மத்தவங்களை எல்லாம் சிவாஜி கார்டன். தமிழ் படம் பட்டாளத்து ட்ரெஸ் துப்பாக்கி எல்லாமே அங்க கிடைக்கும். ஓகேண்ணா. நான் புரிஞ்சதா? ஏதாவது டவுட் இருந்தா எனக்கு ஃபோன் பண்ணி கேளு. பண்றேன். வாங்கப்பா. ஓகே. எல்லாரும் இந்த ஆட்டோல போயிருங்க. என்னப்பா இன்னைக்கு எங்க ஷூட்டிங்? நிறைய இடத்துல இருக்கப்பா. என்ன வரையா? டயலாக் ஏதாவது கிடக்குமா? இல்லப்பா, பட்டாளத்துக்காரர் நிறைய தேவை இருக்கு. இந்தியா பாகிஸ்தான் வார் சீன், யூனிஃபார்ம் துப்பாக்கி எல்லாமே அங்க கிடைக்கும். மத்தியானம் சாப்பாடு, சாயங்காலம் டிஃபன் 100 ரூபாய். என்ன வரையா? டயலாக் இல்லனா? ஐயா, டிஷன் சுட்டுட்டு இருக்கும்போது யாரப்பா டயலாக் பேசுறது? ആമാ, അത് കറക്റ്റ്. ഏയ് ലേപ്പാ, നേരത്തെ നമ്മുടെ ഹൗസ് ഓണർ വന്നിരുന്നു. അയ്യോ, നീ രാവിലെ സ്ഥലം വിട്ടത് ഭാഗ്യം. ഈ എന്തായിരുന്നു തമിഴ് തെറി? നേരിട്ട് കണ്ടിരുന്നെങ്കിലേ നല്ല ഇടിയും കിട്ടിയനെ. എന്നിട്ടൊന്നുമില്ല, വാടക കൊടുക്കാത്തതിനെ ആ തോമസ് അടിമാലി അടിച്ചിറക്കി. അവനത് വേണം. കഴിഞ്ഞ ആഴ്ച അവന്റെ ഉണ്ടായിരുന്നിട്ടും 50 രൂപ ചോദിച്ചിട്ട് അവൻ എനിക്ക് തന്നില്ല. നിന്നെ ഇറക്കി വിട്ട്. അതിന് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. നിന്റെ പൂട്ട് തല്ലി പൊളിച്ച് അയാള് വേറെ പൂട്ടിട്ട് പെട്ടിയും പുല്ലും എടുത്ത് വെളിയിലെറിഞ്ഞു. അത് ശരി. ഞാൻ അതെടുത്ത് എന്റെ മുറിയുടെ വാതിക്കൽ വെച്ചിട്ടുണ്ട്. എങ്കിൽ പിന്നെ അതെടുത്ത് അകത്ത് വെച്ചൂടായിരുന്നു? അതിനെ പറ്റി കുറെ ചിന്തിച്ചു, എന്നിട്ട് വേണ്ടെന്ന് വെച്ചു. പെട്ടി അകത്തായാൽ ഓട്ടോമാറ്റിക്കലായിട്ട് തനിക്കൊരു കുടിയെടുപ്പ് അവകാശം വരും. അത് റിസ്കാ. വേറൊന്നും കൊണ്ടല്ല, നാട്ടിൽ നിന്ന് വന്ന 2 ഇരപ്പാളികൾ കാരണം മുറിയിൽ ഓക്സിജൻ കിട്ടാൻ തന്നെ പിടിവലിയാ. താനാ ഉദയന്റെ അവിടെ നോക്ക്. നന്നായിരിക്കും. അവൻ തിരക്കഥ എഴുത്തില്ല. പട്ടി പ്രസവിച്ചു കിടക്കുമ്പോൾ നമ്മൾ അടുത്ത് ചെന്നാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ അവൻ തിരക്കഥ എഴുതുമ്പോ കടിച്ച് കീറികളെ. എങ്കിൽ പിന്നെ വേറെ എവിടെയെങ്കിലും നോക്കിരായപ്പാ. എടോ, തനിക്ക് എന്നെ പോലെ മാസത്തിൽ 4-5 ദിവസമെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോലെന്താ? വാടക കൊടുക്കാനുള്ള കാശുകൾ ഒപ്പിച്ചൂടെ? മോനെ റഫീഖെ, തന്നെ പോലല്ല ഞാൻ. എനിക്കൊരു ലക്ഷ്യമുണ്ട്. അവിടെ എത്താൻ ഞാൻ എന്തും ചെയ്യും. ജൂനിയർ ആർട്ടിസ്റ്റ് ആയാലേ അവൻ മരണം വരെ ജൂനിയർ ആർട്ടിസ്റ്റാ. മനസ്സിലായ? ക്ലൈമാക്സ് കിട്ടി, ഉഗ്രൻ ക്ലൈമാക്സ് കിട്ടി, അത്യുഗ്രൻ ക്ലൈമാക്സ് കിട്ടി. ഭാസ്കരേട്ടാ, ക്ലൈമാക്സ് കിട്ടി, ഉഗ്രൻ ക്ലൈമാക്സ് കിട്ടി. കൃഷ്ണസ്വാമി ക്ലൈമാക്സ് കളിച്ചാച്ചേ, പ്രമാദமான ക്ലൈമാക്സ് കളിച്ചാച്ചേ. എന്താ ഭാസ്കരേട്ടാ, ക്ലൈമാക്സ് കിട്ടി. ആരും പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സ്, മലയാള സിനിമ ഇന്ന് വരെ കാണാത്ത ക്ലൈമാക്സ്. 10 ദിവസമാണ് നല്ലൊരു ക്ലൈമാക്സിന് വേണ്ടി തല പെരുപ്പിച്ചത്. ക്ലൈമാക്സ് കിട്ടി. എ റിയൽ ത്രില്ലർ, എ സ്റ്റണ്ണിംഗ് ട്വിസ്റ്റ്, എ നെയിൽ ബൈറ്റിംഗ് ഫിനിഷ്. എന്താണ് ക്ലൈമാക്സ്? അതെ ഭാസ്കരേട്ടാ, ഒളിച്ചോടേണ്ടി വന്ന അതേ നാട്ടിലേക്ക് രണ്ടും കൽപ്പിച്ച് രവി തിരിച്ചെത്തുകയാണല്ലോ. വണ്ടിയിൽ നിന്ന് ഇറങ്ങി രവി സ്റ്റേഷന്റെ വെളിയിലേക്ക് വരികയായിരുന്നു. അപ്പോഴവിടെ നിൽക്കുകയാണ് നമ്മുടെ ഇല്ലില്ല, ക്ലൈമാക്സ് ഞാൻ പറയില്ല. പടം കാണുമ്പോൾ ഭാസ്കരന്റെ ത്രില്ല് നഷ്ടപ്പെടും. തിരക്കഥയിൽ അവിടെ ചില തിരുത്തലുകൾ ബാക്കിയുണ്ട്. പിന്നെ കാണാം. ക്ലൈമാക്സ് കിട്ടി. കഴിഞ്ഞ 3-4 മാസത്തിനിടയിൽ ഇന്നാണ് അവൻ ഇത്രയെങ്കിലും നോർമലായത്. മുറിക്കകത്ത് എപ്പോഴും ഒച്ചയും വേണമല്ലേ. ഇടയ്ക്ക് കഥ കൊണ്ടു പുറത്തു വരും, ശൂന്യതയിലേക്ക് നോക്കി പിച്ചും പേയും പറയും, പിന്നെയും അകത്തേക്കോളും. ആകെ കൂടി ഒരു തൂങ്ങിച്ചാകാൻ പോകുന്നുണ്ട് മട്ട്. ഇത്രയും വലിയ മരണവിപ്രാളാണോ ഈ സിനിമ കഥ എഴുത്ത്? ഞാനിതുവരെ എഴുതി നോക്കിയിട്ടില്ല. എന്നാലൊന്ന് എഴുതി നോക്ക്. ഉദയന്റെ പടത്തിൽ തനിക്ക് വല്ല വേഷം കിട്ടുമോ? നമുക്കതിന് വലിയ സ്റ്റാർ വാല്യൂ ഒന്നുമില്ലല്ലോ. അതറിയാമെങ്കിൽ പിന്നെ താൻ എന്തിനാണോ ഇങ്ങനെ മദ്രാശി കിടന്ന് കറങ്ങുന്നത്? കുറെ കാലമായില്ലേ നാട്ടിൽ പോയി ഭാര്യയുടെയും പിള്ളേരുടെയും കൂടെ കഴിഞ്ഞൂടെ? നിങ്ങളിവിടെ കുറെ കാലമായില്ലേ ഭാര്യയുടെയും പിള്ളേരുടെയും കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്? ഇനി അവർക്ക് സൗകര്യം കിട്ടാനായിട്ട് വല്ല കാശിയിലോ രാമേശ്വരത്തോ പോയിക്കൂടെ? വെറുതെ അല്ല നന്നാവാത്തത്. ഭയങ്കരമായിട്ട് നന്നായ ഒരാള്. ഭാര്യയും 3 പിള്ളേരും കൂടി ഒറ്റ മുറിയിലാ താമസം. അതേ മുറിയിൽ തന്നെ വെപ്പും കുടിയും. എന്നിട്ടും ടാറ്റയെന്നാ വിചാരം. ഒറ്റ മുറി ടാറ്റ ഭാസ്കരൻ. തലയിൽ മുഴുവൻ തിരക്കഥയായിരുന്നുകൊണ്ട് രാജപ്പ നിന്നെ കണ്ടതേ ഓർത്തില്ല. അയ്യോ, ഇതെന്താ ബംഗ്ലാദേശുകാരെ പോലെ പെട്ടിയും പുല്ലുവായൊക്കെ ആയിട്ട്?
നുണ പറയുന്നില്ല. വാടക പ്രശ്നത്തിൽ ഹൗസ് ഓണർ ഇറക്കി വിട്ടു. തന്റെ തിരക്കഥ എഴുത്ത് കഴിഞ്ഞത് എന്റെ ഭാഗ്യം. എന്റെ തിരക്കഥ എഴുത്ത് കഴിഞ്ഞത് എന്റെ ഭാഗ്യം. ഇവിടെ കയറി താമസിക്കാനുള്ള പരിപാടിയാണ്. അല്ല പിന്നെ ഈ പെട്ടിയും പായും എവിടെയെങ്കിലും ഒന്ന് വെക്കണ്ടേ ഉദയ? ആ കളി വേണ്ട. സൂചി കയറ്റാൻ സ്ഥലം തന്നാ അതിലൂടെ ഒലക്ക കയറ്റാൻ ശ്രമിക്കുന്ന ആളാ താൻ. ഞാനെല്ലാം മറന്നു എന്നാ തന്റെ വിചാരം? 6 മാസം മുമ്പ് മറ്റൊരു ഹൗസ് ഓണർ തന്നെ ഇറക്കി വിട്ടപ്പോ ഞാൻ തനിക്ക് ഇവിടെ അഭയം തന്നു. എന്നിട്ട് താൻ എന്താ കാണിച്ച്? ഉദയൻ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് പോയപ്പോൾ നാട്ടിൽ നിന്ന് വന്ന 2 പേരെ അവിടെ കയറ്റി താമസിപ്പിച്ചു. അവരുടെ നിന്ന് വാടകയും വാങ്ങി. എന്റെ മുറി കണ്ടവന്മാർക്ക് വാടകയ്ക്ക് കൊടുക്കാൻ തനിക്ക് ആരധികാരം തന്നു? കണ്ടവന്മാരെ ഞാൻ പിന്നെ ഫ്രീ ആയിട്ട് താമസിപ്പിക്കണമായിരുന്നു. ഈ കണ്ടവന്മാരെ കയറ്റി താമസിപ്പിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? തെറ്റ് സമ്മതിക്കുന്നു, മേലിൽ ആവർത്തിക്കില്ല. പോരെ. ഞാൻ തന്നെ ഒരു തവണ കൂടെ സഹിക്കാം. പക്ഷെ ഒന്നറിയണം, താൻ എന്ന് ഇവിടുന്ന് സ്ഥലം കാലിയാക്കും? അത് ഉദയ, നമ്മളിപ്പോ പുതിയൊരു സ്ഥലത്തേക്ക് താമസം മാറണമെങ്കിൽ ഒരു 5000 രൂപയെങ്കിലും അഡ്വാൻസ് കൊടുക്കണമല്ലോ. അല്ല, സിനിമയിൽ നല്ലൊരു വേഷം കിട്ടിയാൽ അത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഏത് സിനിമയില്? തനിക്ക് ആരും നല്ല വേഷം തരാൻ പോകുന്നത്? പലരോടും ഞാൻ ചാൻസ് ചോദിച്ചിട്ടുണ്ടേ. അങ്ങനെ ചോദിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയല്ലോ. ഇപ്പം നടക്കുന്ന കാര്യം വല്ല ഉണ്ടേ പറ. തനിക്ക് നല്ലൊരു വേഷം കിട്ടുന്നതും കോഴിക്ക് മുല വരുന്നതും ഒരു ദിവസമായിരിക്കും. ഉദയ പിന്നല്ലാതെ. ഇവിടെ താൻ പണ്ടേതോ സ്കൂൾ നാടകങ്ങളിൽ ക്ഷയരോഗിയുടെയും കുഷ്ഠരോഗിയുടെയും വേഷം കെട്ടി ബെസ്റ്റ് ആക്ടറായെന്ന് കരുതി. അതാണോ സിനിമ അഭിനയം? Acting is what reacting. It is behaving. Do you know what Stanislavski said about acting? പ്ലീസ്, ഈ വിസ്കേപ്പിച്ച് 100ാം തവണയാണ് താൻ എന്നോട് പ്രസംഗിക്കുന്നത്. എന്നിട്ട് താൻ എന്തിന് നല്ലൊരു വേഷം പ്രതീക്ഷിക്കുന്നു രാജപ്പ? ഉദയൻ സാറേ, മധുമതി അമ്മ സെറ്റിൽ നിന്ന് ഓടിപ്പോയി. ആരുടെ അമ്മ? ആരുടെ അമ്മയല്ല, മധുമതി അമ്മ. സാറിന് എന്നെ മനസ്സിലായില്ലേ? പ്രൊഡക്ഷൻ മാനേജർ വിജയൻ വർക്കല, ഡയറക്ടർ KP നാണപ്പന്റെ സെറ്റിൽ നിന്ന് വരുന്നതാ. ഒരു അത്യാവശ്യ കാര്യം. സാർ ഒന്ന് ഇങ്ങോട്ട് വന്നാൽ. നാണപ്പൻ സാറ് സാങ് എടുത്തോണ്ട് നിൽക്കുകയായിരുന്നു. മധുമതി അമ്മ പാടുന്നതായിട്ടാണ് സാങ് നല്ല പാത്തോസാ. പെട്ടെന്ന് മധുമതി അമ്മ അച്ഛനെ വിളിച്ച് പറയുക ഞാൻ പോണെന്ന്. ദിഗൂരി എറിഞ്ഞാച്ച ആളുകാറി കയറി അങ്ങ് പോയി. ഫുൾ യൂണിറ്റ് അതേപടി നിൽക്കുക. എന്തോ ചെയ്യുമെന്ന് പറ. എന്തോ ചെയ്യുമെന്ന് ഞാൻ എന്തിനാ പറയുന്നത്? അത് ഞാനൊരു ആത്മകഥം പറഞ്ഞതാ. എന്നാ ഞാനൊരു ആത്മകഥം പറയാം. മധുമതി അമ്മ പോകുന്നതും പോകാതിരിക്കുന്നതും ആ അമ്മയുടെ ഇഷ്ടം. ഞാൻ പറഞ്ഞാൽ അവർ തിരിച്ച് സെറ്റിലെത്തിക്കോളുമെന്ന് നാണപ്പൻ സാറ് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ വിചാരം തെറ്റാണ്. വിജയൻ വർക്കല സാറ് തൽക്കാലം പോ. അയ്യോ എന്റെ പൊന്നു ഉദയൻ സാറേ, ഇന്ന് സാങ് എടുത്തില്ലെങ്കിൽ പടം ക്രിസ്മസിന് ഇറക്കാൻ ഒക്കത്തില്ല. ക്രിസ്മസ് അടുത്ത വർഷം വരുമല്ലോ. അങ്ങനെ പറയല്ലേ സാറേ. ബാറ്റ കൊടുക്കാൻ കാശില്ലാഞ്ഞിട്ട് പ്രൊഡ്യൂസർ ഭാര്യയുടെ മാലയും വളയും പണയം വെച്ചിട്ട്. അത് സാരമില്ല, പ്രൊഡ്യൂസറുടെ സ്വന്തം ഭാര്യ തന്നെയല്ലേ സാറേ. തന്നെ പോലുള്ള ആളുകളിലോ ഇൻഡസ്ട്രി മുഴുവൻ പറഞ്ഞു വരുത്തിയത്. ഞാനും മധുമതിയും തമ്മിൽ എന്തൊക്കെയുണ്ടെന്ന് ഭാര്യക്കാരും ഗോസിപ്പുകൾ എഴുതിവിടുക. അതൊന്നുകൂടെ ഉറപ്പിക്കാനായിരിക്കും നാണപ്പൻ സാർ തന്നെ ഇങ്ങോട്ട് വിട്ടു. അയ്യോ, നാണപ്പൻ സാർ തങ്കപ്പെട്ട മനുഷ്യനാ. അങ്ങനെ പറഞ്ഞത് എന്താണെന്നറിയോ? ഒരു പ്രൊഡ്യൂസറെ കണ്ണീരിന്റെ വില അറിയാവുന്നവനാ ഉദയൻ സാറെന്ന്. സാറ് റെക്കമെൻഡ് ചെയ്തിട്ടാണല്ലോ മധുമതിയമ്മ ആദ്യ ചിത്രത്തിൽ അഭിനയിച്ചത്. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ സാറ് പറഞ്ഞ മധുമതിയമ്മ കേൾക്കും. അല്ലാതെ സിനിമ വാരികയോ ഗോസിപ്പോ ഇതൊന്നും നാണപ്പൻ സാറിന് അറിയുകയില്ല. നേര് പറഞ്ഞാൽ സാറിപ്പോ പറയുമ്പോഴാ ഈ ഞാൻ പോലും ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയുന്നത്. മധുമതി ഇപ്പൊ എവിടെ ഉള്ള? ഒരു പിടിയില്ല. പക്ഷെ സെൽഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ആരുടെയും നമ്പർ കണ്ടാൽ സാറിന്റെ സെല്ലിൽ നിന്ന് വിളിച്ച് ഉറപ്പായിട്ടും എടുക്കും. ശരി, ഞാൻ നോക്കട്ടെ. താൻ പോയിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് എന്നെ വിളിക്കേ. ഓ, എങ്ങനെ വന്നു? ഭാസ്കരേട്ടനെ വണ്ടി എടുത്ത് വന്നു. എന്ത് കാരണമായാലും പകുതിക്ക് വെച്ച് സെറ്റിൽ നിന്ന് ഇറങ്ങി വന്നത് ഒട്ടും ശരിയായില്ല. ഷൂട്ടിംഗ് മുടങ്ങിയാൽ ഒരു പ്രൊഡ്യൂസർക്ക് ഉണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് ഓർക്കണം. കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളെ കുറിച്ച് ഓർക്കണം. പത്രക്കാർ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഓരോ സെക്കൻഡും വില പിടിച്ചാണ് സംസാരിച്ച നേരങ്ങളെ വേഗം സെറ്റിലേക്കല്ലേ. ഒരേ ഒരു മിനിറ്റ് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാതെ അത്ര ആളുകൾ അവിടെ വെയിറ്റ് ചെയ്യാണെന്ന് അറിയില്ലേ മധു? അപ്പോ എന്റെ ഫീലിംഗ്സ് ഉദയേട്ടന് പ്രശ്നമല്ലെന്നാണോ? മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യാത്ത ഏതെങ്കിലും ഒരു സിനിമ ഈ സംവിധായകൻ മുമ്പ് ചെയ്തിട്ടുണ്ടോ? അതിപ്പോഴാണ് അന്വേഷിക്കുന്നത്. അച്ഛന്റെ ചേട്ടന്റെ ആറ്റിറ്റ്യൂഡിനെ പറ്റി ഞാൻ ഉദയേട്ടനോട് പറഞ്ഞിട്ടില്ലേ? ഒന്നും നോക്കാതെ കിട്ടു നിർത്തുന്നൊക്കെ അവർ അഡ്വാൻസ് വാങ്ങുക. സിനിമയ്ക്ക് വേണ്ടി പുലികളെയും പാമ്പുകളെയും ഒക്കെ വാടകയ്ക്ക് കിട്ടുമല്ലോ. അവയൊന്നും കഥയും ചോദിക്കില്ല, സംവിധായകൻ ആരെന്ന് അന്വേഷിക്കുകയില്ല. കഥ കേട്ട് ഇഷ്ടമായെങ്കിൽ അഭിനയിക്കൂ എന്ന് പറയാമായിരുന്നില്ലേ? 100 വട്ടം പറഞ്ഞു. ആര് കേൾക്കാൻ? ഡയറക്ടർ എന്റെ ചേട്ടന് കഥ പറഞ്ഞു കൊടുത്തത്രേ. ഗംഭീരമാണ്, സിനിമയിൽ ഇന്ന് വരെ വരാത്ത കഥയാണ് എന്നൊക്കെയാ പറഞ്ഞത്. ഒടുവിൽ ഇന്നലെ ഷൂട്ടിങ്ങിനും ചെന്നു. അപ്പോഴാ കഥ കേട്ടത്. ഞാൻ ബോധം കിട്ടി വീണില്ലെന്നേ ഉള്ളൂ. ആളുകൾ കൂവാനിടയുള്ള ഒരു സീൻ അഭിനയിക്കേണ്ടി വന്നു. ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഉദയേട്ടന്റെ സെല്ലിൽ ഞാൻ എത്ര തവണ ട്രൈ ചെയ്തെന്നറിയാമോ? എന്റെ നമ്പർ കണ്ട ഫോൺ എടുക്കില്ലല്ലോ. ഇന്നലെ ട്രൈ ചെയ്തോ? ഓ, ഇന്നലെ ഞാൻ പുറത്തു പോയപ്പം ഞാൻ ഫോൺ എടുക്കാൻ മറന്നു. തിരിച്ചു വന്നപ്പോ മിസ്ഡ് കോൾസ് നോക്കിയില്ല? ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. കേൾക്കുന്നയാൾക്ക് വിശ്വാസം തോന്നുന്ന രീതിയിൽ നുണ പറയാൻ ഉദയേട്ടൻ ഇപ്പോഴും പഠിച്ചിട്ടില്ല. അങ്ങനെ പറയരുത്. മധുവിന്റെ ഫോൺ വരുമ്പോ ചിലപ്പോൾ ഞാൻ മനഃപൂർവ്വം എടുക്കാറില്ല. മുറിയിൽ ആരെങ്കിലും ഉണ്ടാവും. അവന്മാർക്ക് കഥ മെനഞ്ഞുണ്ടാക്കാൻ വെറുതെ ചാൻസ് ഉണ്ടാക്കുന്നതിന്.
പക്ഷെ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കാനും പറയാനും എനിക്ക് അത് ആ രീതിയിലല്ലല്ലോ മറ്റുള്ളവർ കാണുന്നത്. മധു ഇന്ന് പേരും പ്രശസ്തിയുമുള്ള ഒരു താരമാണ്. ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നതാണ് നല്ലത്. അപ്പോ എന്നെ അകറ്റി നിർത്താൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതാണോ അതിന്റെ അർത്ഥം? എന്റെ പേരിലും പ്രശസ്തിയിലും ഉദയേട്ടന് ഒരു പങ്കുമില്ലേ? ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ആ പ്രശസ്തിയും പേരും നേടാൻ കഴിയുന്നില്ല? എൻ്റെ ഗുരുവിൻ്റെ ചിത്രത്തിലേക്ക് മധുവിനെ ഞാൻ റെക്കമെൻഡ് ചെയ്തിരുന്നില്ലെങ്കിലും മധു സിനിമയിൽ വരുമായിരുന്നു. ബിക്കോസ് യു ആർ ബോൺ ഫോർ ദാറ്റ്. അഭിനയത്തോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ സിനിമയിൽ വന്നു. അതുകൊണ്ട് തന്നെ ഞാനിത് അവസാനിപ്പിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അച്ഛനും ദിനേശേട്ടനും ചന്തയിൽ വിലപേശും പോലെ എന്റെ പ്രതിഫല തുകയ്ക്ക് വേണ്ടി നിർമ്മാതാക്കളോട് കടിപിടി കൂടുകയാണ്. ബഗേഴ്സ് കാൺ ബി ചൂസേഴ്സ്. നല്ല സിനിമ വേണോ, കൂടുതൽ പണം വേണോ? സത്യം പറഞ്ഞ ഒരു നല്ല സിനിമ പോലെ ഈ വർഷം എനിക്കില്ല. അടുത്തു. എന്തിനാണോ താൻ അവളുടെ മാനേജറാന്ന് പറഞ്ഞ് നടക്കുന്നത്? അവള് സെറ്റിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ താനല്ലേ തടയേണ്ടത്? ഫോൺ എടുത്തോ, എന്നിട്ട് ആ പ്രൊഡ്യൂസർ തരി താൻ കേട്ടോ. ഞങ്ങൾ ആരും ഇവിടില്ലെന്ന് പറഞ്ഞേക്ക്. പുറത്തു പോയി കളിക്കണം ശവങ്ങള്. ആ അത് കൊള്ളാം. പെങ്ങളോടുള്ള ദേഷ്യം പിള്ളേരോടാ കാണിക്കുന്നത്. ദേ, ബാബുവും ഭാമയും വന്നത് നമ്മൾ ഒരുമിച്ച് ഡാൻസ് പ്രോഗ്രാമിന് പോകുന്നു പറഞ്ഞിട്ടാ. എന്റെ കാഞ്ചനെ, നീ എനിക്ക് കുറച്ച് സ്വൈര്യം എന്താ? അഡ്വാൻസ് എണ്ണി വാങ്ങിച്ചത് ഞാനാ, മറുപടി പറയേണ്ടത് ഞാനാ. അവള് വരുന്നുണ്ട്. ദിനേശ, നീ എടുത്തു ചാടി ഒന്നും പറയാൻ പ്രവർത്തിക്കാൻ വേണ്ട. ഇന്ന് ഏതായാലും അവൾ ഷൂട്ടിങ്ങിന് പോണ ലക്ഷണമില്ല. അവളുടെ സ്വഭാവം അറിയാലോ. വല്ലതും പറഞ്ഞ് തെറ്റിയാൽ ഈ പടമേ അവള് വേണ്ടാന്ന് വെച്ച് കളയും. അതുകൊണ്ട് അവളെ പേടിച്ച് ഞാൻ മിണ്ടാൻ നടക്കണോ? ലക്ഷ്മി ഗവ, എല്ലാവർക്കും കിട്ടുന്നതല്ല ഈ ഭാഗ്യം, ഈ ദൈവാനുഗ്രഹം. നമ്മുടെ പ്രവൃത്തി ദോഷം കൊണ്ട് അതില്ലാതാക്കരുതെന്നേ എനിക്ക് പറയാറുള്ളൂ. ഷൂട്ടിംഗ് മുടങ്ങിപ്പോയാലുള്ള നഷ്ടം ആര് കൊടുക്കും? പണം വാങ്ങിച്ചത് ആരാന്ന് വെച്ചാ അവര് തിരിച്ചു കൊടുക്കും. നീ ആരാന്നാ നിന്റെ വിചാരം? സോഫിയ ലോറനോ എലിസബത്ത് ടൈലറോ? മലയാളത്തിൽ ഒരു വർഷം 60 പടം ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിൽ 55 ചവറുകളായിരിക്കും. നിന്നെ പോലുള്ളവർ തന്നെ അതിൽ അഭിനയിക്കുന്നത്. നീ മാത്രം ഒരു വലിയ കലാകാരി. 5 വർഷത്തേക്ക് നല്ല പടമൊന്നും നിനക്ക് കിട്ടിയില്ലെങ്കിലോ? അഭിനയിക്കണ്ടെന്ന് വെക്കും. അപ്പോ നിന്റെ മറ്റവൻ നിനക്ക് ചെലവിന് തരുമായിരിക്കും. എടീ, സ്വന്തം നിലയും വിലയും മറക്കരുത്. ഒരു 7ാം കൂലി അസിസ്റ്റന്റ് ഡയറക്ടറുമായിട്ട് നിനക്ക് എന്താ കാര്യം? വാരികളിൽ വരുന്ന ഗോസിപ്പുകൾ കാരണം മനുഷ്യൻ തലയുർത്തി നടക്കാൻ വയ്യ. ഷൂട്ടിൽ നിർത്തി വെച്ചിട്ട് നീ നേരെ അവനെ കാണലടി പോയത്. അവൻ ആരാ? നിന്റെ തന്തയോ? ദിനേശ, അച്ഛൻ മിണ്ടാതിരിക്കേ. ഇപ്പൊ ഏതാ മെയിൻ ഇഷ്യൂ? ഷൂട്ടിംഗ് ക്യാൻസൽ ചെയ്തതോ ഞാൻ ഉദയേട്ടനെ കണ്ടതോ? 2 കാര്യത്തിലുള്ള തീരുമാനം ഇന്ന് അറിയണം, ഇപ്പൊ അറിയണം. രണ്ടും പറയാലോ. KP നാണപ്പന്റെ സിനിമയിൽ ഞാൻ അഭിനയിക്കില്ല. പിന്നെ ഉദയേട്ടന്റെ കാര്യം, അത് ഒറ്റവാക്കിൽ പറയാവുന്ന കാര്യമല്ലാത്തതുകൊണ്ട് കുറച്ച് വിശദീകരിക്കണം. എന്നെ സിനിമയിൽ കൊണ്ടുവന്ന ആളെന്ന നിലയ്ക്കല്ല, ഹൃദയമുള്ള ഒരാളെന്ന നിലയ്ക്ക്, കഴിവുള്ള ഒരു കലാകാരനെന്ന നിലയ്ക്ക് എനിക്ക് ഉദയേട്ടനോട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നോട് സ്നേഹമുണ്ടെന്ന് ഉദയേട്ടൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ അച്ഛന് മനസ്സിലായോ? അവൻ പറഞ്ഞ ഇവൾ അവന്റെ കൂടെ അങ്ങ് പോകുന്നു. അവൻ എന്നെക്കാളും പ്രായമുള്ളവനെന്ന് അറിയോ നിനക്ക്? അതിനനുസരിച്ചുള്ള മാനസിക വളർച്ചയും ഉദയേട്ടനുണ്ട്. നിന്നെ ഞാൻ വേണ്ട ദിനേശ, വേണ്ട. തെറ്റുപറ്റിയത് എനിക്കാണ്. 2 മക്കളെയും തുല്യമായി കാണുന്നതിന് പകരം എന്റെ വരുമാനത്തിന്റെ 3/4 പങ്കും ഞാൻ ചെലവഴിച്ചത് ഇവർക്ക് വേണ്ടിയാണ്. അതിന്റെ 100 ഇരട്ടിയെങ്കിലും ഇപ്പൊ തിരിച്ചു കിട്ടിയിട്ടുണ്ടാവില്ലേ? ഇനി എന്നെ വെറുതെ വിട്ടൂടെ?